പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്ന ആളിൽ നിന്നും കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ പാർട്ടി ക്യാപ്സ്യൂൾ പൊളിച്ച എക്സൈസിന്റെ റിപ്പോർട്ട്. പുകവലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കൂടി യദുകൃഷ്ണന്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട്. തനിക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നും ആരോപണങ്ങൾ വിഷമമുണ്ടാക്കിയെന്നും എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മലയാലപ്പുഴയിൽ നിന്നുള്ള കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടിയിൽ ചേർന്ന സംഭവത്തിൽ തൊട്ടിടത്തെല്ലാം കൈപൊള്ളിയ അവസ്ഥയിലാണ് CPM. ക്യാപ്സ്യൂളുകൾക്ക് വീര്യം പോരെന്ന് തെളിയിക്കുന്നതായിരുന്നു നേതൃത്വത്തിന്റേതായി വന്ന പ്രതികരണങ്ങൾ. പാർട്ടിയിൽ ചേർന്ന യദുകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ന്യായീകരണം തള്ളുന്നതാണ് എക്സൈസ് റിപ്പോർട്ട്. യുവാവിന്റെ പക്കൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് ലഭിച്ചതായി റിപ്പോർട്ടിലുണ്ട്. അസീസ് എന്ന ഉദ്യോഗസ്ഥൻ സംഘത്തിലുണ്ടായിരുന്നു. എന്നാൽ കേസെടുത്തതും തുടർ നടപടികൾ സ്വീകരിച്ചതും സർക്കിൾ ഇൻസ്പെക്ടറാണെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം യുവമോർച്ചയുമായി കൂട്ടിക്കെട്ടി CPM ഏരിയ സെക്രട്ടറി ഉയർത്തിക്കാട്ടിയ കള്ളക്കേസ് ആരോപണം എക്സൈസ് ജീവനക്കാർ തള്ളി. അതെനിക്ക് അറിഞ്ഞുകൂടാ കാര്യം. ഇതാ സംബന്ധിച്ചോളം നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമില്ലല്ലോ. നല്ല ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടും, അതെവിടെ ഉണ്ടെങ്കിലും. അത്രയേ ഉള്ളൂ. അറിഞ്ഞുകൂടാ, പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്. ഇതിനിടെ ഏരിയ സെക്രട്ടറി ഉയർത്തിയ ആരോപണങ്ങൾ ഉള്ളടക്കമാക്കി യദുകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച പിടിക്കപ്പെട്ട സംഭവത്തിൽ ഇന്നലെ CPM നേതൃത്വത്തിന്റെ പ്രതികരണം കൂടി പുറത്തുവന്ന ശേഷം മാത്രമാണ് പരാതി നൽകപ്പെട്ടതെന്നതാണ് ശ്രദ്ധേയം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അങ്ങനെ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ച ക്യാപ്സൂളുകൾ അടപടലം പൊളിഞ്ഞു വീഴുകയാണ്. എന്തിനാണ് ഈ തരത്തിലുള്ള പുഴുക്കുത്തുകളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനുള്ള ചേതോവികാരം? അവർക്ക് ഏറ്റവും ഒടുവിലും എന്തുകൊണ്ടാണ് നിയമത്തിലടക്കം സംരക്ഷണം നേടിക്കൊടുക്കാനുള്ള ഈ വെമ്പൽ നേതാക്കളുടെ പത്തനംതിട്ട പാർട്ടിയെ തുലയ്ക്കുകയാണോ ഇത്തരം നേതാക്കൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉയരുകയാണ്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, DCCയുടെ വൈസ് പ്രസിഡന്റ്, ഇടതു സഹയാത്രികൻ M. ജയചന്ദ്രൻ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, കാപ്പ കേസ് പ്രതിക്കൊപ്പമാണ് ഈ പറയുന്ന വ്യക്തി യദുകൃഷ്ണനും പാർട്ടിയിലേക്ക് കൊടി പിടിക്കുന്നതും പാർട്ടിയിലേക്ക് എത്തുന്നതും. അങ്ങനെ ഉള്ള ഒരാളിൽ നിന്നും അന്നേ അവർക്കൊക്കെ തന്നെ നല്ല നടപ്പിൻ്റെയും ഗുഡ് സർട്ടിഫിക്കറ്റൊക്കെ നൽകിയതാണ് മന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ജില്ലയിലെ ആരോഗ്യമന്ത്രി, ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ. നല്ല പിള്ളേർ, നല്ലവർ, അവർ ഇനി നല്ല നടപ്പിന് വിധേയരാകും എന്ന് പറഞ്ഞ ആളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്. ആ കഞ്ചാവ് പിടിച്ചെടുത്തതിന് ശേഷം ഇപ്പോഴെന്താണ് സ്ഥിതി? അത് പിടിച്ച ഉദ്യോഗസ്ഥർക്കാണ് പഴി. ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഈ നൈതികതയെ, ജോലി ചെയ്യാനുള്ള അവരുടെ ഈ ഊർജത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ അവരിലേക്ക് കുറ്റം ചാർത്തി ഒരു ക്യാപ്സൂൾ പാർട്ടി കണ്ടെത്തുകയാണോ? എന്താണ് ഇതിലെ യാഥാർത്ഥ്യം, ശ്രീ ജയചന്ദ്രൻ? ബോധ്യമായില്ല കേട്ടോ. ഇപ്പോ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ തന്നെ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച പ്രശ്നമുണ്ടായി. പക്ഷേ ഇന്നലെയാണ് പാർട്ടി പ്രതിരോധവുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല പ്രതീക്ഷ. അതിനപ്പം ആ വാർത്ത അങ്ങനെ പറഞ്ഞതിൽ തന്നെ വിയോജിപ്പുണ്ട് എനിക്ക്. അങ്ങനെയല്ല, വസ്തുത എന്നുള്ളതുകൊണ്ടാണ്. 8-ാം തീയതി തിങ്കളാഴ്ച തന്നെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അത് ശരിയാണ്, അത്രത്തോളം മാത്രമാണ് ശരി. അത് വൈകുന്നേരം 6:30-ഓടെയാണ് ഈ പറയുന്ന കുമ്പഴ എന്ന സ്ഥലത്ത് വെച്ച് ഈ യദുകൃഷ്ണനും സുഹൃത്തുക്കളും 4-5 പേരും അവിടെ ഒരു വയൽ വരമ്പത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള അസീസും സുൾഫിക്കറും ഒരു ബൈക്കിൽ അങ്ങോട്ട് ചെല്ലുന്നത്. ചെന്ന് മാജിക് കണ്ണൻ ഈ കൂട്ടത്തിലുണ്ടോ എന്നാണ് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ഇല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ എന്താണ്, എല്ലാവരെയും ശരീരപരിശോധന, നിങ്ങളുടെ ദേഹപരിശോധന നടത്തണം എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു, ദേഹപരിശോധന നടത്തി. ഈ യദുകൃഷ്ണൻ എടുത്തതിന്റെ പേരെന്താണ്? യദുകൃഷ്ണൻ എന്നാണ് പേര്. മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ട്. ശരി, അപ്പോ എക്സൈസ് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞ് പത്തനംതിട്ട കാതോലിക് കോളേജിന്റെ അടുത്തുള്ള എക്സൈസ് ഓഫീസിലേക്ക് ഈ യദുകൃഷ്ണനെ മാത്രം കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അപ്പോഴേക്ക് സംഘാംഗങ്ങളെ, മറ്റ് ജീപ്പിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറെ ഒക്കെ അവർ വിളിച്ച് വരുത്തുന്നുണ്ട്. കൊണ്ടുപോയി പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനാണ് കേസ് എന്ന് അവിടെ വെച്ച് തന്നെ, പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പറയുമ്പോൾ ഈ യദുകൃഷ്ണൻ കൂട്ടുകാരും പറയുന്നുണ്ട്, ഇത് പൊതുസ്ഥലമല്ലല്ലോ, ഇത് നടവഴിയൊന്നുമല്ല, ഇത് വെറുതെ കിടക്കുന്ന ഒരു വയലാണ്. ആ വയൽ വരുമ്പത്താണ് ഞങ്ങൾ കൂട്ടുകാർ ഇരുന്നത്. എന്നാലും നിങ്ങളെ പിടിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് പെറ്റി കേസ് എടുക്കണം എന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ടുപോയി പെറ്റി കേസ് എടുത്ത് സ്വന്തം ജാമ്യത്തിൽ, ഈ യദുകൃഷ്ണന്റെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. പെറ്റി കേസ് മാത്രം എടുത്തിട്ട്. അതാണ് തിങ്കളാഴ്ചത്തെ സംഭവം. സന്ധ്യയ്ക്ക് 6:30 പിടിച്ചിട്ട് പിന്നെ 1 മണിക്കൂറിനകം
തിരിച്ചിറങ്ങിയ പോയ ആ സംഭവത്തിന്റെ പശ്ചാത്തലം. അത് കഴിഞ്ഞ് ഇന്നലെയാണ് മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിലൂടെ 2 ഗ്രാം കഞ്ചാവുമായിട്ട് ഇയാളെ പിടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ കേസുണ്ടാവുന്നത്. അതൊക്കെ ശരി, അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അപ്പൊ അതാണ് ഇയാള് യദുകൃഷ്ണൻ പിന്നെ എക്സൈസ് കമ്മീഷണർക്ക്, സ്റ്റേറ്റ് എക്സൈസ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ പോലീസിലും എക്സൈസ് അവിടെ തിരക്കഥ ഗൂഢാലോചന ഒരുക്കി എന്നതിൽ പറയുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന് എന്തെങ്കിലും കൺമുന്നിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് വെക്കാൻ നമുക്കൊരു ആരോപണം വരുമ്പോൾ അല്ലെ ഉയർത്തുമ്പോൾ, അതും പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഒരു വകുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന മറ്റാരുമല്ല, ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള ഒരു മന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള എക്സൈസ് വകുപ്പിനെതിരെ, എം പി രാജേഷിന്റെ വകുപ്പിന് കീഴിലുള്ള എക്സൈസ് വകുപ്പിനെതിരെ ആണ് ഈ ആരോപണം നിങ്ങൾ ഉയർത്തുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചന, അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് എന്ത് പ്രത്യേക താല്പര്യമാണ് ഇതിലുള്ളത്? അത് പിന്നെയും അത് ചോദിക്കാനും പറയാനും ഉണ്ടോ? പ്രതീക്ഷന് അറിയാത്തതാണോ അക്കാര്യം? പിന്നെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, പക്ഷേ എനിക്കറിയില്ല. അല്ല, ഞാൻ പറയാമെന്നേ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, അറിയുമല്ലോ, താങ്കൾക്ക് അറിയുമല്ലോ. ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു അസീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നടക്കുന്നു. യുവമോർച്ച ബന്ധം എന്താണ് അദ്ദേഹത്തിനുള്ളത് അസീസിനെന്ന് എനിക്കറിയില്ല. പിന്നെ ആ ഉദ്യോഗസ്ഥനെ നല്ല ഉദ്യോഗസ്ഥനെന്ന, മികച്ച ഉദ്യോഗസ്ഥനെന്ന മെഡൽ കൊടുത്തത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അന്നൊന്നും അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ വേദനയോടുകൂടിയാണ് ആ ഉദ്യോഗസ്ഥൻ ഇന്ന് വന്ന് പ്രതികരിച്ച് കാണുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെയൊക്കെ മുറയിൽ അവരുടെ ഈ ഒന്നാമതേ ആളില്ല. നല്ല ഉദ്യോഗസ്ഥരെങ്കിലും പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി നെഞ്ചത്ത് കയറിക്കൊണ്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലൊരു ക്യാപ്സ്യൂളായി മാത്രം അത് വിഴുങ്ങാതെ എന്താണ് അതിന് ആധാരമായ കാര്യങ്ങൾ എന്നുകൂടി ഈ പാർട്ടിക്ക് പറയാനുള്ള ബാധ്യത ഇല്ലേ ശ്രീ ജയചന്ദ്രൻ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇയാള് ഈ ഉദ്യോഗസ്ഥൻ യുവമോർച്ചക്കാരനാണ് ഞാൻ പറഞ്ഞു, ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞു. അല്ല, താങ്കൾ അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന്റെ ന്യായീകരിക്കുമ്പോൾ താങ്കൾക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. എന്തുകൊണ്ട് പാർട്ടി ഇങ്ങനെ പറയുന്നു? പാർട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു അവര് യുവമോർച്ചക്കാരാണെന്ന് പാർട്ടി പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ബന്ധമുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചന, ഈ ഉദ്യോഗസ്ഥരടക്കമാണ് അവിടെ പിടികൂടുന്നതും ഈ കഞ്ചാവ് പിടികൂടുന്നതും. ആ കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? കഞ്ചാവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലാതെ പറയാന്നേ, കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിൽ ഞാൻ തുടക്കം മുതൽ അങ്ങനെയാണ് പ്രതീക്ഷ പറഞ്ഞത്. കഞ്ചാവ് ഈ യദുകൃഷ്ണന് പിടികൂടിയിട്ടില്ല. പിടിക്കുമ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് മദ്യപിച്ചു എന്നുള്ള പേരിലാണ്, പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചു എന്നതാണ് ചാർജ് ചെയ്ത കുറ്റവും. പിന്നീടാണ് ഇത് കഞ്ചാവായിട്ട് വരുന്നത്, 2 ഗ്രാമിന്റെ കഞ്ചാവായിട്ട് വരുന്നത്. അഡ്വക്കേറ്റ് ആണല്ലോ കോൺഗ്രസ് പ്രതിനിധിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തിന് അറിയാമല്ലോ. ഇതിന്റെ അകത്ത് കേസ് ബെയിലബിൾ ആണ്, എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, താങ്കൾ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് പ്രതീഷ്, എന്താണ് ഈ അളവിൽ കുറഞ്ഞ കഞ്ചാവാണെങ്കിൽ അത് ബെയിലബിൾ ആണ്. അല്ല, ഞാൻ പറയട്ടെ NDPS ആക്ട് പ്രകാരം, ഈ പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് ഡ്രഗ്സ് ആക്ട്, സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമാണല്ലോ കേസ്, NDPS ആക്ട് പ്രകാരം. അത് പ്രകാരം പിടിക്കുമ്പോൾ ഒരു നിയമം ഉണ്ടല്ലോ, കേന്ദ്രത്തേക്ക് സംസ്ഥാനം ഉണ്ടല്ലോ, അല്ലല്ലോ ഈ NDPS ആക്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, യൂണിയൻ ഗവൺമെന്റ് ആണല്ലോ. അതിൽ പറയുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ നിരോധിത വസ്തുക്കൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടിയിൽ വീഡിയോഗ്രാഫ് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവം ചൂണ്ടിക്കാണിക്കാമോ എക്സൈസിന്? ഞാൻ എക്സൈസിന് തെളിവുകളെന്നാണ് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു ആ തെളിവുകൾ ഉണ്ട്. ആ തെളിവുകളായി ഡിജിറ്റൽ തെളിവുകളടക്കമുണ്ട് എന്ന് ആ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് കൊടുത്തു എന്ന ബോധ്യത്തോടു കൂടിയാണ് ആ ഉദ്യോഗസ്ഥൻ വന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാറേ ഇല്ല. ഈ അസീസ് കാണിച്ച ഹൃദയത്തിനേറ്റ ഒരു ക്ഷതം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ NDPS ആക്ട് പ്രകാരം നിരോധിത വസ്തു പിടിക്കുമ്പോൾ അത് വീഡിയോഗ്രാഫ് ചെയ്യണമെന്ന് നിയമം പറയുന്നു. അത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ചോദിച്ചുള്ളൂ. അത് എക്സൈസ് ആണ്, ഈ ഉദ്യോഗസ്ഥരാണ് മറുപടി പറയേണ്ടത്. ഈ 2 പേര് മാത്രമല്ല, ബാക്കിയുള്ളവരും പറയേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതിന്റെ അകത്ത് അത് പിന്നെ ഇവര് ചെയ്യാതിരുന്നതാണ് ഗൂഢാലോചന. അവിടെയാണ് ഗൂഢാലോചന ചുരുളഴിയാൻ പോകുന്നത്. അങ്ങനെയാണ് കേസ് വരുന്നത്. അപ്പൊ പുനരന്വേഷിക്കണം ഈ കേസ്. അല്ല, അങ്ങേലേക്ക് മടങ്ങി അങ്ങ് പറഞ്ഞു വരുന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം കൂടി, ഈ പറയുന്ന കാപ്പാ കേസ് പ്രതിയടക്കം അവിടേക്ക് സ്വീകരിക്കുകയായിരുന്നു. ഈ കാപ്പാ കേസ് പ്രതിക്കെതിരെ
ഗുരുതരമായ വകുപ്പുകൾ, അത് കേരള പോലീസ് തന്നെ പറയുന്നുണ്ട്, ഒരു കൊടും ക്രിമിനലാണെന്ന് കേരള പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള കേരള പോലീസിന്റെ ആ നോട്ടീസിൽ, ഇപ്പോൾ ആ നോട്ടീസ് വായിക്കുമ്പോൾ നമുക്കറിയാം 2007 ആക്ട് പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ശരൺ ചന്ദ്രനെതിരെ കേസ് ചുമത്തുന്നത്, കാപ്പ ചുമത്തുന്നത്. അപ്പോൾ അതുപോലും ഇല്ല എന്ന്, അല്ലെങ്കിൽ അതിനെ പോലും ന്യായീകരിച്ചുകൊണ്ട് കൈപിടിച്ച് കൊണ്ടുവരുന്നവർക്ക് വീണ്ടും വീണ്ടും ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തിന് നൽകുന്നു എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണ നല്ല ശുദ്ധന്മാരാണോ ഇവർ? എന്താണ് MJ അച്യുതന്റെ അഭിപ്രായം ഇവരെ കുറിച്ച്? അല്ല, ഞാൻ അങ്ങനെ ഇത്തരം കേസുകൾ ഈ രൂപത്തിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ അകത്തുള്ള ആ ഒരു ഡബിൾ ഫേസ് ഗെയിം ഉണ്ടല്ലോ, ഇരട്ട നിലപാടുള്ള, ഇരട്ട മുഖമുള്ള ആ നിലപാട്, അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് ഒരു തരത്തിലും സാധ്യമല്ല. അതാണ് എന്റെ നിലപാട്. കാര്യം ഇതിന്റെ അകത്ത് കാപ്പ കേസിന്റെ കാര്യം പറയുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാർ വന്നതിന്റെ കാര്യം പറയുന്നു, ഇതൊക്കെ പറയുന്നു. ഇവിടെ ഇപ്പൊ ആ കേസാണോ വിഷയം? താങ്കളുടെ വിഷയം അതല്ലല്ലോ. കൈപിടിച്ച് വന്നവരുടെ കാര്യത്തിൽ കളകൾ കൂടിയുണ്ട്. അത് പാർട്ടിയെ മുച്ചോട് മുടിക്കാനുള്ള ഒരു ആദ്യ സൂചകമാണ് എന്ന് എല്ലാവരും നിഷ്പക്ഷരായ ആളുകൾ പോലും പറയുമ്പോൾ വല്ലാതെ വന്നങ്ങ് ന്യായീകരിച്ച പാർട്ടി സെക്രട്ടറി, ഒരു ജില്ലയിലെ വകുപ്പ് മന്ത്രി, പിന്നീട് ഇത് സംഭവിച്ചിട്ടും ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോൾ വല്ലാതെ ഒരു അപജയം തോന്നുന്നുണ്ട്. കാരണം തിരുത്തലിന്റെ കാലമാണല്ലോ CM ജയിച്ചത്. തിരുത്തലിന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്കല്ല വരുന്നത്, അതറിയാം. പക്ഷെ പാർട്ടിയുടെ അണികളാൽ അവരെ പാർട്ടിയിലേക്ക് എത്തിക്കുമ്പോൾ വ്യക്തമായും അവരുടെ പശ്ചാത്തലം കൂടി ചിന്തിക്കേണ്ടതല്ലേ? കാരണം ഈ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് അവിടെ കിടക്കില്ല. അതേ രൂപത്തിലാണ് ഇപ്പോൾ ഈ സംഭവം കാണാൻ കഴിയുന്നുള്ളൂ. പിന്നീട് പാർട്ടിയുടെ ന്യായീകരണ സംബന്ധിച്ച് ഞാൻ അങ്ങയിലേക്ക് ഒരു ലേശം, ഒരു അല്പസമയം ശ്രീ എ സുരേഷ് കുമാർ, എന്താണ് പാർട്ടി പറയുന്നത് പോലെ എക്സൈസ് നടത്തിയ ഗൂഢാലോചനയാണോ അങ്ങനെയെങ്കിൽ വളരെ ഗുരുതരമാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയെ പോലും തകർക്കുന്ന ഒരു സംഭവമാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എക്സൈസ് വകുപ്പ് നടത്തിയിരിക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? ഇവിടെ പ്രജീഷ്, ഈ ജയേന്ദ്രൻ സാറിനെ പോലെ പൊതുസമൂഹത്തിൽ അല്പം മാന്യതയൊക്കെ ഉള്ള ഒരാളുകൾ ഇത്തരത്തിൽ വന്ന് ഈ പറയുന്ന ഗുണ്ടായുസത്തെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും ഒക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുകയാണ്. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയിൽ ഈ പറയുന്ന കാപ്പ കേസ് പ്രതിയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 62 ആളുകളുണ്ടെന്ന് പറയുന്നു. അതിൽ കുറച്ച് പേരേ ഉള്ളൂ ഈ പറയുന്ന BJPയിൽ നിന്നും വന്നത്, ബാക്കിയെല്ലാം CPMന്റെ സഹപ്രവർത്തകരൊക്കെ ആയിരുന്നു. പിന്നെ ഒരാളിന് കൂട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു കാപ്പ കേസ് പ്രതിയെ, ആ കാപ്പ കേസ് പ്രതിക്ക് മാലയിടുവാൻ കേരളത്തിൻ്റെ നിയമം പരിരക്ഷിക്കണമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രി അവിടെ വന്ന് മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് CPMന്റെ ജില്ലാ സെക്രട്ടറിയും എല്ലാം ചേർന്നുകൊണ്ട് മാലയിട്ട് സ്വീകരിച്ചത് തന്നെ അങ്ങേയറ്റത്തെ തെറ്റ്. ഇത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഏത് ഗുണ്ടായിസം കാണിച്ചാലും, എന്തെല്ലാം അക്രമങ്ങൾ കാണിച്ചാലും, ഈ നാട്ടിൽ ഏതെല്ലാം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കാണിച്ചാലും ഞങ്ങൾ സംരക്ഷിക്കും. മന്ത്രിയും CPMന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെയുള്ള എല്ലാ ആളുകളും അവരെ സംരക്ഷിക്കുമെന്നുള്ള ഒരു വലിയ മെസ്സേജ്, മോശമായ മെസ്സേജാണ് കഴിഞ്ഞ കുറേ ദിവസമായി പത്തനംതിട്ടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രൻ, അത് 1-2 കേസിലെ പ്രതിയൊന്നുമല്ല, നിരവധി കേസുകളിലെ പ്രതിയാണ്. ആ പ്രതിയായി വന്നത് BJPയുടെ പ്രവർത്തകനായിരുന്നപ്പോഴാണ്. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന അറിയപ്പെടുന്ന റൗഡിയാണെന്നാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാനത് വായിച്ചത്. പോലീസിന്റെ റിപ്പോർട്ടിൽ അറിയപ്പെടുന്ന റൗഡി, ആ റൗഡിക്കാണ് കൈ കൊടുത്തിരിക്കുന്നത്, കൊടി കൊടുത്തിരിക്കുന്നത്. സൂപ്രണ്ട് തന്നെ DIGക്ക് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കാപ്പ കേസ് ചുമത്താൻ പറഞ്ഞത്. അതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ 7, 8, 9 കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് മാലയിട്ട് സ്വീകരിക്കുവാൻ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്! അതോടൊപ്പം തന്നെ അതിനുശേഷം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഉണ്ടായ ഒരു വലിയ വിജയം. ആ വിജയം കഴിഞ്ഞപ്പോൾ ഹാലിളകിയിരിക്കുകയാണ് CPMന്. അപ്പോൾ അതിൻ്റെ ഒരു മുഖമൊന്ന് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ഇപ്പോഴും ധാരാളം പ്രവർത്തകർ കടന്നു വരുന്നു എന്ന് കാണിക്കുവാനുള്ള ഒരു ചെപ്പടി വിദ്യയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന കാപ്പ കേസ് പ്രതിയെയും ഈ കഞ്ചാവ് കേസ് പ്രതിയും ഉൾപ്പെടെയുള്ള പ്രാദേശിക ഘടകങ്ങൾക്ക് തെറ്റ് പറ്റിയേക്കാം, പിഴവ് സംഭവിച്ചേക്കാം എന്ന് നമുക്ക് കരുതാം.
പക്ഷേ ഇതല്ല. ജില്ലാ സെക്രട്ടറിക്കൊക്കെ ബോധ്യമുള്ള ഒരു പാർട്ടിയിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അവരുടെ പശ്ചാത്തലം ഒന്ന് നോക്കണ്ടേ. ഇപ്പം ഞങ്ങൾ തള്ളിയതാണ്, ഞങ്ങൾ തള്ളിക്കളഞ്ഞ ആളുകളാണെന്ന് BJP-ക്കാർ പറയുന്നു. മാത്രമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ്. അത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അതിനെ തിരുത്തുന്നില്ല. മാത്രമല്ല, ഈ വ്യക്തിയെ കൊണ്ട് കേസിൽ നിന്നും ഇറക്കാനും പ്രാദേശികമായി സഹായം ചെയ്തൊക്കെ നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഒരു പ്രത്യേക ഒരു ചേതോവികാരം എന്താണ് ഈ കാര്യത്തിൽ നടക്കുന്നത്? നമ്മൾ പറയുമല്ലോ, ചുമന്നവനെ നാറുമെന്നൊക്കെ പറയുന്ന അലങ്കാരിക പദപ്രയോഗങ്ങളുണ്ട്. അതുപോലെ ഇത് പാർട്ടിക്കൊരു ചിന്തയെങ്കിലും വേണ്ടേ? ഇതാണ് കാര്യം. ഇവർ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഒരു ഫിൽറ്ററിങ്ങിന് പോലും സമയം കൊടുത്തിട്ടില്ല, പെട്ടെന്ന് അവർ പാർട്ടിയിലേക്ക് എത്തുകയാണ്, പ്രധാനപ്പെട്ട ആളുകളായി മാറുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ജില്ലയിലെ നേതാക്കന്മാർക്ക് ഇത് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കാം? ശ്രീ പ്രജേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പത്തനംതിട്ടയിൽ CPM ജീർണിച്ച് ഓരോ ദിവസം കഴിയും തോറും തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കൊട്ടേഷൻ സംഘമായി പത്തനംതിട്ടയിലെ CPM മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പത്തനംതിട്ടയിൽ 18-19ഓളം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സർവീസ് സഹകരണ ബാങ്കുകളുണ്ടായിരുന്നു. ഈ സർവീസ് സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തതാരാണ്? CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഗുണ്ടാപ്പട. ആ ഗുണ്ടാപ്പട എല്ലാ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും അവിടെ ചെല്ലുകയാണ്, വ്യാജ വോട്ട് ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി, ഈ രജിസ്ട്രേഷൻ വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടെ വളരെ മോശമായി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നു. അതിനുശേഷം വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 18-19 ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ പിടിച്ചെടുത്തത്. ഈ സഹകരണ ബാങ്കുകളെല്ലാം പിടിച്ചെടുക്കുവാൻ ഈ ഗുണ്ടകളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഗുണ്ടാ സംഘത്തിലേക്ക്, അല്ലെങ്കിൽ ആ കൊട്ടേഷൻ സംഘത്തിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലെ സാമൂഹ്യ വിരുദ്ധന്മാരെയും അതോടൊപ്പം തന്നെ വിവിധ കേസുകളിലെ പ്രതികളെയും അവരെ CPM-ലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അവരുടെ നാശത്തിനാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇവർ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ലോകസഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയാൽ തന്നെ ഈ CPM-ൻ്റെ നേതാക്കന്മാർക്ക് അല്പമെങ്കിലും തലയ്ക്കൊരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയെങ്കിലും തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ക്രിമിനലുകളെ രക്തഹാരം അണിയിച്ചുകൊണ്ട് സ്വീകരിക്കാൻ വരുമായിരുന്നു. എന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഈ പറയുന്ന ശരൺ ചന്ദ്രനും ഇപ്പോൾ കഞ്ചാവ് കേസിൽ പിടിയിലായ യദു കൃഷ്ണ അടക്കമുള്ള ആളുകൾ എല്ലാം തന്നെ പക്ക ക്രിമിനൽസ് ആണ്. ഇവരെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ജയേന്ദ്രൻ സാർ പറയുന്നത് യദുവിന്റെ പരാതിയുണ്ട്. അതാ, യദുവിന്റെ പരാതി ഉണ്ടാവുമല്ലോ. യദുവിന്റെ പരാതി എന്നായിരുന്നു? പിടിച്ച അന്നല്ല യദുവിന്റെ പരാതി കഴിഞ്ഞ ദിവസം CPM-ന്റെ ഏരിയ സെക്രട്ടറി പ്രസ്താവന നടത്തിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ദിവസമാണ് ഈ പറയുന്ന കേസുകൾ പരാതി കൊണ്ട് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഇത് കോൺഗ്രസിന്റെ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ബന്ധമുണ്ടെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഇവരെ ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ആളുകളാണ് സർക്കാർ തന്നെ. അവർ ഇത്തരത്തിലുള്ള കഞ്ചാവ് കേസിലെ പ്രതി, അവർ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു, നിരവധി നാളുകളായി നിരീക്ഷണത്തിലാണ്. ഈ BJP-യുടെ ഭാരവാഹി ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തകനായി ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. കയ്യിൽ കിട്ടിയപ്പോൾ ഈ ചെറിയ ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെറുതെ അവിടെ നിന്ന് തന്നെ ജാമ്യം കൊടുക്കേണ്ടതായിട്ട് വന്നു. വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു, അകത്ത് പോകുമായിരുന്നു. അതെങ്കിലും മനസ്സിലാക്കുവാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തയ്യാറാകണ്ടേ? ഇനിയും അപ്പം മിനിഞ്ഞാന്ന് മെമ്പർഷിപ്പ് കൊടുത്ത, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് CPM-ലേക്ക് കൊണ്ടുവന്ന ആളുകളെ ഇപ്പോൾ പുറത്താക്കാൻ പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ലെന്ന് പറയുന്നത് നാണക്കേടാണെന്ന് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാണം കെട്ട ഒരു പ്രസ്ഥാനമായി പത്തനംതിട്ടയിൽ CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മാത്രം കാര്യമായി കാണാൻ കഴിയില്ല. ശ്രീ സുരേഷ്, ശ്രീ M. ജയചന്ദ്രൻ, നോക്കൂ, ഈ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ ആളുകളെ നിങ്ങൾ സംരക്ഷിച്ചോളൂ, സ്വർണ്ണക്കടത്ത് നടത്തിയ ആളുകളെ നിങ്ങൾ സംരക്ഷിച്ചോളൂ, മറ്റ് അഴിമതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഈ അക്രമം കാണിക്കുന്ന ആളുകളെ നിങ്ങൾ സംരക്ഷിച്ചോളൂ. പക്ഷേ ഇത്തരക്കാരെ എന്തിനാണ് സംരക്ഷിക്കാനുള്ള ബാധ്യത എന്താണ് പാർട്ടിക്കുള്ളത്? കാപ്പ കേസ് പ്രതി, കാപ്പ വകുപ്പ് പോലും ഉണ്ടാക്കിയ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാനത്ത് അരക്ഷിതാവസ്ഥ അതിൻ്റെ കൊടുമ്പിരി കൊണ്ട സമയത്തുണ്ടാക്കിയ ഒരു നിയമം. 2, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, SFI-കാരൻ പെൺകുട്ടികളുടെ ചിത്രമെടുത്ത് അശ്ലീല സൈറ്റുകളിലേക്ക്, വാട്സപ്പുകളിലേക്ക് മോർഫ് ചെയ്ത് അയക്കുന്നു. ആ പ്രതിയെ ഇന്നിപ്പോൾ വീണ്ടും വകുപ്പുകൾ ചുമത്തി, അന്നൊരു പ്രഥമ ദൃഷ്ട്യാ ഗുരുതര വകുപ്പുകൾ ഇടേണ്ട കേസുകളിൽ പോലീസ് എന്താണ് ചെയ്തത്? ജാമ്യം നൽകുന്ന വകുപ്പ് ചുമത്തി അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. കുസാറ്റിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ഇടത് നേതാവാണ്. ഈ പറയുന്നതൊന്നും ഒരു പക്ഷേ
ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ ആരോപണങ്ങളല്ല, ഓരോ ദിവസവും ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്വയം ജാളിത തിരുത്തലിൻ്റെ കാലത്തെങ്കിലും വേണ്ടേ? അതല്ല ഈ പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് പാർട്ടി അറിയുന്നില്ലേ? ഇതൊക്കെ ഒരു കോർണറിംഗ് ആണോ? അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ ജയചന്ദ്രൻ? പാർട്ടിയെ വേട്ടയാടുന്നു വലതുപക്ഷ മാധ്യമങ്ങളുടെ അക്രമങ്ങൾ. ആ പതിവ് പല്ലവിക്കും അപ്പുറത്തേക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുകൂടെ അതേ ആഴത്തിൽ? അല്ല, ഇത് വേട്ടയാടലല്ല, ഇത് അപഹസിക്കലാണ്. ഇപ്പൊ ഈ ആവർത്തിച്ച് പറയുന്നു, പിന്നെ പ്രജീഷും പറയുന്നു, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാറും പറയുന്നു, കാപ്പ കേസിനെ കുറിച്ച് ആവലാതിപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ഈ വസ്തുതകൾ അറിയാതെ, അഡ്വക്കേറ്റിന്റെ വസ്തുതകൾ അറിയാത്ത ആളാണെന്ന് ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ കാരണം ഈ പറയുന്ന ശരൺചന്ദ്രൻ, പത്തനംതിട്ടയിലെ ശരൺചന്ദ്രൻ കാപ്പ കേസിൽ നിന്ന് എങ്ങനെയാണ് ഒരാളെ കാപ്പ കേസിൽ നിന്ന് എങ്ങനെയാണ് മോചിതനാക്കുന്നത്? അത് പിന്നെ ഇയാൾക്കെതിരെ ഇട്ടിരുന്നത് ഇപ്പോൾ കാപ്പ 3 ആണ്. കാപ്പ 3 എന്താണെന്നുള്ള അറിയാത്ത ആളല്ലോ അഡ്വക്കേറ്റ്. ഏതായാലും അത് ജില്ലാ കളക്ടറുടെ ഡിസ്ക്രിഷണറി പവറിലുള്ള കാര്യമാണ്. 6 മാസത്തെയാണ് അതിന്റെ കാലാവധി. ജനുവരി 22-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത്, ശരൺചന്ദ്രനെ. 6 മാസമാണ്. ജൂൺ 22 6 മാസമായി. 23-ാം തീയതിയാണ് കളക്ടറുടെ കാപ്പ കേസിൽ നിന്നുള്ള റിലീസ്. അത് ജില്ലാ കളക്ടറാണ് ചെയ്യുന്നത്. അത് പിന്നെ CPM ജില്ലാ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ അല്ല. അതെങ്കിലും മിനിമം നിങ്ങൾ അംഗീകരിക്കണം. നിയമപരമായ ആ കാര്യങ്ങളിൽ മിനിമം നിങ്ങൾ അംഗീകരിക്കണം. അപ്പൊ കളക്ടറെ വിളിച്ചു ചോദിക്കണം, നിങ്ങൾ ഈ ഇരിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട പണിക്കാണോ ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടറെ എന്നാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിരന്തരം. കാരണം കാപ്പ കേസിലെ റിലീസ് വേണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യേണ്ടത് ജില്ലാ കളക്ടറാണ്, ഏത് ജില്ലയിലാണെങ്കിലും. അതത് ജില്ലകളിലെ കാപ്പ കേസിലെ കാപ്പ 3-ൽ കിടക്കുന്ന പ്രതികളെ വിടണമെങ്കിൽ. നേരത്തെ കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നില്ല. ചോര തന്നെ കൊതുകിന് എന്ന പഴം ചൊല്ല് പോലെ ആയല്ലോ ഈ സംഭവം. ഏത് സംഭവം? ഞാൻ ഈ എക്സൈസ് ഈ കഞ്ചാവ് പിടിച്ച കാര്യമാണ് പറയുന്നത്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഞാനത് ഇപ്പോഴും ചോദിക്കുകയാണ്, പ്രജീഷിനോട് ഞാൻ ചോദിക്കുകയാണ്, ആവർത്തിച്ച് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാറിനോടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ പിന്നെ നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന NDPS ആക്ട് അനുശാസിച്ചിട്ടുള്ള നിരോധിത വസ്തുക്കൾ പിടിക്കുമ്പോൾ വീഡിയോഗ്രാഫി ചെയ്യണം എന്ന നിയമം പാലിക്കാതിരുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഈ കേസിൽ പുനരന്വേഷണം വേണമെന്നേ. അതാണ് പിന്നെ യദുകൃഷ്ണൻ അടക്കം. അത് വക്കീൽ കൂടിയാണല്ലോ. ഇക്കാര്യത്തിൽ കഴമ്പുണ്ടോ? കാരണം പുനരന്വേഷണം പോലും വേണമെന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ബെയിലബിൾ ആകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ മുന്നിൽ ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു തെളിവ് സഹിതമുണ്ട് എന്ന് റിപ്പോർട്ട് ഉന്നത അധികാരിക്ക് എക്സൈസ് കൊടുത്തു കഴിഞ്ഞു ഇന്ന്. പിന്നെ ഈ പല്ലവിക്ക്, ഈ പിടിവള്ളിക്ക് അർത്ഥമുണ്ടോ? അതിന് എന്തെങ്കിലും ആഴമുണ്ടോ? വസ്തുതയുള്ളതാണോ? ഇതൊക്കെ ജയേന്ദ്ര സാറ് അറിയാവുന്ന ആൾ തന്നെ വെറുതെ CPMന്റെ സഹയാത്ര എന്ന നിലയിൽ അവരെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് പറയുന്നതാണ്. ഒരു കേസെടുത്താൽ ആ കേസിൽ തെളിവുകൾ ഹാജരാക്കേണ്ടവരാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണ്. എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഈ തെളിവുകൾ ഇല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആരാണ് തെളിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? തെളിവില്ല എന്ന് പറയുന്നത് ഇവരാണ് പറയുന്നത്. ആ എക്സൈസിലെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് തന്നെയാണ് കേസ് ഫയൽ ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുന്നത്. ഇത് വെറുതെ ഒരു മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ അദ്ദേഹം പറയുന്നത് കാപ്പ കേസിലെ പ്രതിയല്ല എന്നാണ്. കാപ്പ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ നോട്ടീസ് അയച്ചതിന്റെ പ്രകാരം കാപ്പ കേസ് എടുക്കാനുള്ള നടപടികൾ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കേസിലേക്ക് പ്രതിയായത്. ഞാൻ ചോദിച്ചത് കാപ്പ കേസ് പ്രതി ആയത് അല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിനെ സ്വീകരിക്കാം എന്നാണോ ജയേന്ദ്ര സാർ പറയുന്നത്? അദ്ദേഹത്തിന്റെ പേരിൽ ഏകദേശം 10ഓളം മറ്റ് കേസുകളുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ. രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു പോയിന്റിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് താങ്കളിലേക്ക് എത്തിയത്. ശ്രീ ജയചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. ശ്രീ ജയചന്ദ്രൻ തുടരാം. അല്ല, അതിന്റെ ക്ലാരിറ്റി ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. അതിരിക്കട്ടെ, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരു ചർച്ചയിലും പറയാറില്ല ശ്രീ സുരേഷ് കുമാർ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അത് വെറുതെ ബോധ്യമല്ല, അന്വേഷിച്ച് അറിഞ്ഞ ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. ഒറ്റ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. കാരണം ഒരു യുവാവിന്റെ ഭാവി പോലും തകർക്കുന്ന തരത്തിലേക്ക് 2 ഉദ്യോഗസ്ഥർ വിചാരിച്ച് നടക്കുന്നെങ്കിൽ അത് വലിയ സംഭവമായി സംസ്ഥാന സർക്കാരിനെ കാണണം. പുനരന്വേഷണം നടത്തണം. MP രാജേഷ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം, മറുപടി നൽകണം. കാരണം എക്സൈസ് ഉദ്യോഗസ്ഥരെ കല്ല് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഒരു നല്ല സഹൃദയനായ ഒരു യുവാവിന്റെ ഭാവി കളയുകയാണ്.
അല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട് പ്രതീക്ഷ. എന്താണെന്നറിയാമോ? ഇപ്പൊ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗുണ്ടയാണ് യദുകൃഷ്ണൻ എന്ന് പറഞ്ഞു. ഈ 8-ാം തീയതി വരെ 8/7/2024 വരെ ഈ യദുകൃഷ്ണന്റെ പേരിൽ ഒരു കേസും നിലവിലില്ല കേട്ടോ. ഒരു കേസും ഉണ്ടായിട്ടില്ല. കാര്യമാണ് പറഞ്ഞത്. കാപ്പ കേസിലെ പ്രതി അല്ല, കൂടെയുള്ള ഇവരാണ് താങ്കൾ ചർച്ചയിൽ പറഞ്ഞത്. ഒന്ന് റിമൈൻഡ് നോക്കൂ, പ്രതീക്ഷ നോക്കൂ. 8-ാം തീയതി വരെ ഒരു ഈ 22 അല്ല, അത് ഞാൻ പറഞ്ഞ ഞാൻ ആവർത്തിച്ച് പറയാണ്. ഈ 22-കാരനായ യദുകൃഷ്ണന്റെ പേരിൽ 8-ാം തീയതി വരെ ഒറ്റ കേസ് പോലും അയാൾ ജനിച്ചിട്ട് അതുവരെ ഉണ്ടായിട്ടില്ല. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്. താങ്കൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പ്രതീക്ഷ നോക്കിക്കോളൂ. അതാണ് ഇതിന്റെ വസ്തുത. അപ്പൊ ഇനി ഇത് CPM-ലേക്ക് വരുന്നത് മുഴുവനും ക്രിമിനൽ ഗുണ്ട ഈ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വ്യഗ്രതയിലാണല്ലോ അദ്ദേഹം സുരേഷ് കുമാർ പലതും പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്നത് അനിൽ ആന്റണി ആണല്ലോ. അനിൽ പറഞ്ഞ എന്താ? ആന്റണിയുടെ സഹോദരൻ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മേഖലയിലെ സഹകരണ സംഘങ്ങളിൽ നിന്ന് വെട്ടിച്ച് എത്ര കോടിയായിരുന്നു പറഞ്ഞത്? 12, 13, 15? ഒന്ന് എടുത്തു നോക്കൂ. ആ ദിവസത്തെ പത്രങ്ങൾ അല്ലെങ്കിൽ ആ ദിവസത്തെ അനിൽ കെ ആന്റണി പറഞ്ഞ ദിവസത്തെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ നോക്കിയാൽ മതി. അതുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നിർത്തിയിട്ട് അത് സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ആളുടെ പേര് താങ്കൾ പറയുന്നത് CPM നേതാക്കളും അടങ്കലമാണ് പറയുന്നത്. ഇതങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് ആന്റണിയുടെ സഹോദരന്റെ പേരിലാണ് ആരോപിച്ചത്. അത് നിൽക്കുകയാണ് കേട്ടോ സർ. തീർച്ചയായും വഴി തിരിച്ചു വിടുകയാണ് സംഭവം. കഞ്ചാവ് കേസിലെ പ്രതിയെയും അതോടൊപ്പം തന്നെ കാപ്പ കേസ് പ്രതിയെ അടക്കമുള്ള ആളുകളെ CPM-ലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ കേസുകളും തെളിവില്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളും താങ്കൾ പറഞ്ഞത് വഴി തിരിച്ചുവിടാനുള്ള ക്രമീകരണങ്ങളാണ്. കേരളത്തിലുടനീളം താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? സുരേഷ് കുമാർ, അതായത് ഈ യുവാവിനെ അറിയാവുന്ന നാട്ടുകാരാണെങ്കിൽ, നല്ല ആ നാട്ടിലൊക്കെ നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനൊക്കെ ആണെങ്കിൽ ആ നാട്ടുകാരും ചിലപ്പം പറയില്ലേ, ഈ പയ്യനെതിരെയാണോ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്? കോൺഗ്രസ് ഇത്ര എങ്ങനെ ഈ ഒരു ഹൃദയശൂന്യത കാണിക്കരുത്? ആ നാട്ടുകാരൊക്കെ അങ്ങനെ വിചാരിക്കും. അതല്ല, ഈ എക്സൈസ് കാണിച്ചതിലും അവിടെ ഒരു ഇതുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം പാർട്ടിയിലേക്ക് ആർക്കും വരാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം CPM-ന് ഫിൽറ്ററിംഗ് സംവിധാനമുണ്ട്. ഒരു പാർട്ടി അംഗത്വം വരെ ആകുന്നത്, അംഗത്വത്തിലേക്ക് വരുന്നതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചോളം ഒക്കെയുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ എന്താണ് ഇനി ഒരു പരിശോധന വേണ്ടത്? കാരണം രണ്ട് സൈഡും കളഞ്ഞിട്ടില്ല. ഈ പിടികൂടിയ വിഷയത്തിൽ അത് അദ്ദേഹം പ്രതിയല്ല എന്ന് തറപ്പിച്ച് അവിടുത്തെ നേതാക്കൾ പറയുമ്പോൾ ഈ വിഷയത്തിൽ ഏത് രീതിയിലൊരു പരിശോധന സാധ്യമാകും? അല്ല, ഇപ്പം ഞങ്ങൾക്കിപ്പം യദുകൃഷ്ണനെ കഞ്ചാവ് കേസിലെ യദുകൃഷ്ണനെ പ്രതിയാക്കണമെന്നൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇവിടുത്തെ UDF-നൊന്നും ഒരു താല്പര്യവുമില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ ശ്രീ ജയേന്ദ്ര സാർ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി തകർത്തു എന്നാണ് പറയുന്നത്. ഭാവി തകർക്കുകയല്ല ചെയ്തത്, അയാളെ തെറ്റിൽ നിന്നും തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM-ന് ആ തെറ്റ് തിരുത്താൻ കഴിയുന്നില്ല. പോലീസിനെങ്കിലും ഇവിടുത്തെ അധികാരികൾക്കെങ്കിലും ആ തെറ്റ് തിരുത്താൻ, ഇത്തരത്തിലുള്ള ദുർനടപ്പുമായി പോകാതിരിക്കുവാൻ അവരെ സഹായിക്കുന്ന നടപടിയാണ് ഇത്തരത്തിലുള്ള അറസ്റ്റും മറ്റു കാര്യങ്ങളും. അതല്ലാതെ തെറ്റ് വീണ്ടും തുടരാൻ വേണ്ടിയിട്ടാണോ? ഈ കഞ്ചാവ് കേസിലെ പ്രതിയായിട്ട് ഞാൻ പറയട്ടെ, ഈ അബ്ദുൾ അസീസ്, ഇപ്പോൾ അവർ പറയുന്നത്, CPM പറയുന്നത് യുവമോർച്ചയുമായി അബ്ദുൾ അസീസിന് ബന്ധമുണ്ടെന്ന്. എന്ത് പരിഹാസമായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നു, ഒരു കോൺഗ്രസിൻ്റെമായി അനുഭാവമുള്ള ആളുകൾ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിരുന്നേ. ഇത് വെറുതെ തട്ടിക്കൂട്ട് ന്യായങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മാന്യമായിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ വെച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന് പറയുവാനുള്ളൊരു ചങ്കൂറ്റവും അതുപോലുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്യേണ്ടത്. അപ്പോൾ CPM-നെ തെറ്റിതിരുത്താൻ കഴിയുന്നില്ല. കൂടുതൽ വഷളാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോവുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇതല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI-ക്കാരുടെ ഗുണ്ടായുസങ്ങൾ, അതോടൊപ്പം തന്നെ DYFI-യുടെ ഗുണ്ടായുസങ്ങൾ. ഞാൻ പറയട്ടെ, കായംകുളത്ത് അവിടെ ഒരു ലോറി നിറച്ചാണ് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോറിയിൽ മുഴുവൻ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചു. അതിനെക്കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ സംസ്ഥാനത്തുടനീളമുള്ള ലഹരി മാഫിയ, ഈ മദ്യമാഫിയ, മണൽ മാഫിയ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാണ്. ഇപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു, ഈ സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ ഒരുക്കി. എല്ലാം അടൂരിലുള്ള മണൽ മാഫിയയും മദ്യമാഫിയുമായിരുന്നു, മണ്ണ് മാഫിയായിരുന്നു. ഈ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ളൊരു കൊട്ടേഷൻ സംഘമായി CPM മാറുമ്പോഴും
CPM-ന്റെ പല ജില്ലാ കമ്മിറ്റികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റ് തിരുത്തണം എന്നാവശ്യപ്പെടുമ്പോഴും ഇതുപോലെയുള്ള ആളുകളെ വീണ്ടും പാർട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന നടപടി ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ. ഒപ്പം എം ജയചന്ദ്രൻ. എന്തായാലും പാർട്ടി ഈ വിഷയത്തിൽ ഗൗരവത്തോടെ ഒരു പരിശോധന നടത്തേണ്ട വിഷയമായി അത് മാറുകയാണ്. കാരണം കഞ്ചാവുമായി പിടികൂടിയ ആളെ എക്സൈസ് പറയുന്നു തെളിവുകൾ ഉണ്ട്, അതുകൊണ്ടാണ് നടപടിയെടുത്തത്, നടപടിക്ക് വിധേയരായി. അതേസമയം പാർട്ടി പറയുന്നു ഇത് എക്സൈസിന്റെ ഗൂഢാലോചനയെന്ന്.